നമുക്കിന്ന് മുട്ട ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിയാലോ. കമോൺ, ഫോളോ മീ. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. ഈ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വെള്ളം ഒഴിക്കാനുള്ള അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് നല്ലപോലെ കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കാം. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമുക്ക് ബിരിയാണി റൈസ് വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ഈ പാത്രത്തേക്ക് നമുക്ക് വേണ്ട ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, നെയ്യ് ഇട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവ ചേർത്തിട്ട് ഒരു 2 സെക്കൻഡ് മൂക്കാൻ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് അടുത്ത പരിപാടി, നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ 3 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു 6 ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം ഒഴിച്ച് കൊടുത്ത് നോക്കണം. എന്നാലാണ് നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. നമ്മളെ വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി, നമുക്ക് നേരത്തെ കുതിർത്തി വെച്ച അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എത്രയാണോ നമ്മൾ എടുത്തു വെച്ചത് അത് നമുക്ക് മൊത്തം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് നമ്മൾ ഉപ്പ് ചേർക്കണം കേട്ടോ, ഒരു പൊടി കൂടുതൽ ഉണ്ടായിക്കോട്ടെ. ഇത് നമുക്ക് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തേക്കൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നല്ല രീതിയിൽ മിക്സാക്കാം. ഏകദേശം നമ്മളെ ചോറൊന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം നമുക്ക് ബിരിയാണി എസൻസ് ഒന്ന് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനൊരു ലേശം ചേർത്തിട്ടുണ്ട്. ഇത് നല്ല രീതിക്ക് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അത് ആ ബിരിയാണി എസൻസ് എല്ലാ ഭാഗത്തേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഇടയ്ക്ക് കൊടുക്കാം. നമ്മളെ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 3/4 വേവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ടൊന്ന് റെസ്റ്റിന് വയ്ക്കാം കേട്ടോ. നമുക്ക് ദമ്മിടാനുള്ളതാണ് അടുത്തത്. നമ്മൾ അടുത്ത പരിപാടി ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കലാണ് കേട്ടോ. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചൂടായതിൻ്റെ ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല രീതിക്ക് എണ്ണ ചൂടായി വന്നതിൻ്റെ ശേഷം നമുക്ക് മുന്തിരി ആദ്യം വറുത്തെടുക്കാം. മുന്തിരി അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാം കേട്ടോ. മുന്തിരി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വന്നതിൻ്റെ ശേഷം നമുക്ക് മുന്തിരി ഒന്ന് കോരി എടുത്ത് വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുത്ത് വയ്ക്കാം. അടുത്തത് നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിനായിട്ട് ലേശം നമുക്ക് ഉള്ളി ആ എണ്ണയിൽ തന്നെ നമുക്കൊന്ന് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഉള്ളി ഈ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു മുരിഞ്ഞൊരു പരിവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി എടുക്കാം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അടുത്ത പരിപാടി നമുക്ക് മസാല തയ്യാറാക്കലാണ് കേട്ടോ. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു 3 മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ വാടി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വാടി വന്നതിൻ്റെ ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. പച്ചമണം മാറുന്ന വരെ നല്ല രീതിയിലൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അടുത്ത് മസാലപ്പൊടികളായിട്ടുള്ള ബിരിയാണി മസാല ഒരു 2.5 ടീസ്പൂണ്, മുളക് പൊടി ഒരു 1.5 ടീസ്പൂണ്, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ് വീതം ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ, എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനൊരു ലേശം ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ചേർക്കണമെന്ന്, ഞാനൊരു മധുരവും പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തത്. ഇത് ചേർത്തിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം കേട്ടോ. കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചായിരുന്നു കേട്ടോ കോഴിമുട്ട, അത് കാണിച്ചിട്ടില്ല. ഇത് നമുക്ക് ഇതിലേക്ക് നേരിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മുട്ടയുടെ മേലേക്ക് ഒന്ന് മസാല പിടിക്കുന്നവരെ ഒന്ന് മിക്സാക്കി ഇടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടയിൽ മസാല പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒരു ലേശം പാകത്തിന് ഉപ്പും മല്ലിയിലയും ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വെച്ച് കൊടുക്കാം കേട്ടോ. തിളയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഈ പരിവായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. നമുക്ക് ദമ്മിടുമ്പോൾ ഒന്നും കൂടിയും വേവാനുള്ളതാണല്ലോ, അപ്പോൾ ഇങ്ങനെ വെക്കാം. നമുക്ക് ചെറിയൊരു പാത്രത്തേക്ക് ഒരു 1.5 ടീസ്പൂണ് അല്ലെങ്കിൽ 1 ടീസ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഒരു ലേശം വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നമുക്ക് വേറൊരു പരിപാടിക്കാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിക്കുള്ള മസാല നമ്മൾ ദമ്മിടാനുള്ള പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. മൊത്തം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, അടിയിലേക്ക് മുട്ടയല്ലാതെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് മാറ്റി വെച്ച ചോറ് നമുക്ക് പതുക്കെ ഇതിലേക്ക് കൊട്ടി കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മഞ്ഞൾപ്പൊടി വെള്ളമില്ലേ, അത് ഓരോ ടീസ്പൂണിലാക്കിയിട്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത് കേട്ടോ. അതുപോലെ മല്ലിയില ചേർക്കണം. അതുപോലെ 1.5 ടീസ്പൂണ്
നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും. അതുപോലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടി മുന്തിരി ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ദമ്മിന് വെക്കണം. ഒരു 10 മിനിറ്റ് നമുക്ക് ദമ്മിടാൻ വെക്കാം കേട്ടോ. സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അടപ്പ് വെച്ച് അടച്ചിട്ടുണ്ട് കേട്ടോ ദമ്മിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഏറ്റവും ലോവിലിട്ടിട്ട് കത്തിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സംഭവം തുറന്നു നോക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട് ബിരിയാണി എസൻസിൻ്റെ. അപ്പോൾ മേലത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഏകദേശം അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. അടിയിലല്ലേ മസാല, അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ, അടിയിലത്തെ മസാലയൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.